കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പിടികൂടിക്കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെ 2:30 കൂടി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അറസ്റ്റ് രേഖപ്പെടുത്താൻ പോവാണ്. അത് പറയാൻ കഴിയില്ല. അത് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കേണ്ടതാണ്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാണ്. അതിന്റെ പ്രൊസീജിയർ കോടതിയിൽ ഹാജരാക്കും. ഓക്കെ, താങ്ക് യു. അറസ്റ്റ് പ്രൊസീജിയർ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് അർജുൻ ആയങ്കിയെ കൈവിലങ്ങ് അണിയിച്ച് എത്തിച്ചിട്ടുണ്ട്. കൈവിലങ്ങ് ഇട്ടു. അവിടെ വെച്ച് ഓടിപ്പോകാനാണ് അർജുൻ ആയങ്കി ആദ്യം ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് സംഭവം. അപ്പോൾ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ അവസാനം കേരള പോലീസ് കൂട്ടി. താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ആയങ്കിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കോതമംഗലത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കൈമാറാനാണ് ആലോചന. പ്രതികരണം തേടിയപ്പോൾ കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പരിഹാസം. അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നുവെന്ന് പോലീസ് കമ്മീഷണർ BV വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞു. വേറൊന്നുമില്ല, ഓടിച്ച് പിടിച്ച് അത്രയേ ഉള്ളൂ. ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. എല്ലാവരുടെയും കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. എൻ്റയർ സ്റ്റേറ്റ് പോലീസിൻ്റെ കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. ADG ലോ ആൻഡ് ഓർഡർ വിജയൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ADGP വിജയൻ IPS ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ആ സംഘമാണ് തുടർച്ചയായി ഇന്നലെ തൃശ്ശൂരിലും ഒക്കെ തുടർച്ചയായിട്ടുള്ള തെരച്ചിലുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഒളിവിലിരുന്ന് അർജുൻ ആയങ്കി പോലീസിനെതിരെ പരിഹാസ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇന്നലെ 2 വീഡിയോകൾ കൂടി ഏറ്റവും ഒടുവിൽ പുറത്തിറക്കി. അതിനുശേഷം വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നു. MV ജയരാജനുള്ള മറുപടിയുമായി. കണ്ണൂർ DCC പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തത്. അർജുൻ കല്യാണും VS രഞ്ജിത്തും തത്സമയം ചേരുന്നു. ആദ്യം അർജുൻ കല്യാണിലേക്ക്. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ, ഒടുവിൽ ആയങ്കി പിടിയിലായിരിക്കുന്നു. കേരള പോലീസിനോട് കളിച്ചാൽ അധികം ആയുസ് ഉണ്ടാവില്ല. 48 മണിക്കൂറിനുള്ളിൽ പൊക്കുമെന്ന് പറഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ പൊക്കി. ഇനി എന്താ വരാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷേ അപ്പോഴും പോലീസിനെ കബളിപ്പിച്ച് ഒളിവിലിരുന്ന് അർജുൻ ആയങ്കി പോസ്റ്റുകൾ ഇട്ടിരുന്നു. വീഡിയോ സന്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. എങ്ങനെയാണ് കണ്ണൂരിലുണ്ട് എന്ന് അറിവിലേക്ക് എത്തിയത്? ഇന്നലെ വൈകുന്നേരം മുതൽ കണ്ണൂരിൽ വ്യാപകമായ തിരച്ചിലായിരുന്നു എന്ന് കേട്ടു പലയിടങ്ങളിലും. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അർജുൻ ആയങ്കി കണ്ണൂരിൽ എത്തിയതെന്നുള്ളതാണോ പോലീസിന്റെ നിഗമനം? എങ്ങനെയാണ് അർജുൻ ആയങ്കി ഫ്ളാറ്റിൽ ഉണ്ട് എന്ന വിവരം ലഭിച്ച പോലീസ് അവിടെ എത്തി പിടികൂടുന്നത്? എന്തായിരുന്നു ആ സീക്വൻസ്? അർജുൻ കല്യാൺ. ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. പോലീസിനെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക്, അതുപോലെ തന്നെ പരിഹാസങ്ങൾക്ക്, ഇതിനൊക്കെയാണ് ഇപ്പോൾ പോലീസ് കൈവിലങ്ങ് അണിയിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ ആയങ്കി അവസാനം ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്നു, പോലീസിന്റെ വലയിലായിരിക്കുന്നു. പുലർച്ചെ 2:30 ഈ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ 2:30 കണ്ണൂർ താളിക്കാവ് നഗരത്തിൽ നിന്നും ഏറെ ദൂരെയല്ലാത്ത, ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രം വരുന്ന ഒരു പ്രദേശമാണ് ഈ താളിക്കാവ്. ആ താളിക്കാവിൽ വെച്ച് ഈ DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അവിടത്തേക്ക് എത്തുകയും ഈ അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ, അപ്പാർട്ട്മെന്റിൽ അർജുൻ ആയങ്കി ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം അവിടത്തേക്ക് എത്തിയത്. അങ്ങനെയാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക്, അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പിടികൂടുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ പോലീസ് കടന്നത്. ഇന്നലെ പലയിടങ്ങളിൽ, എറണാകുളത്ത്, തൃശ്ശൂർ, അതുപോലെ തന്നെ മലപ്പുറം, പിന്നീട് കോഴിക്കോട്, അവസാനം കണ്ണൂരിൽ, ഇങ്ങനെ അർജുൻ ആയങ്കി സഞ്ചരിച്ച വഴികളിൽ തന്നെ അർജുൻ ആയങ്കിക്ക് പിന്നാലെയായിരുന്നു ഇതിന് മുൻപ് വരെ പോലീസ് ഓടിക്കൊണ്ടിരുന്നത്. കണ്ണൂരിലെത്തിയ ഒരു ഒളിവ് സങ്കേതത്തിലെത്തിയതോടുകൂടി തന്നെ അർജുൻ ആയങ്കിയെ ഓവർടേക്ക് ചെയ്ത് പോലീസ് മുന്നിൽ കയറുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൃത്യമായ വിവരമുണ്ടായിരുന്നു. പോലീസിന് വളരെ കൃത്യമായ രീതിയിലുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഇന്ന സ്ഥലത്ത് അർജുൻ ആയങ്കി ഉണ്ട്, ഇന്ന ആളുടെ അപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സജ്ജീകരണങ്ങളോടും സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഈ പ്രത്യേക സംഘം അവിടത്തേക്ക് എത്തിയത്. അതിന് ചുറ്റുവട്ടത്തായി ചില പോലീസുകാരെയൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിച്ചിരുന്നത്. അവസാനം 2:30 ഈ പ്രത്യേക അന്വേഷണ സംഘം, DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അഭിഭാഷക ദമ്പതികളോട് ആദ്യം ഡോറിൽ മുട്ടി ഇവരെ വിളിച്ചതിന് ശേഷം ഇങ്ങനെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഇവിടത്തേക്ക് എത്തിയത് എന്ന കാര്യം അറിയിച്ചപ്പോൾ, അല്ലെങ്കിൽ കൃത്യമായ വിവരം തങ്ങൾക്കുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വാറന്റ് ആവശ്യപ്പെട്ടു. അതായത് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വാറന്റ് ഉണ്ടോ, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നതിന് വാറന്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഈ അഭിഭാഷകർ ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുന്നതിനിടയിൽ അർജുൻ ആയങ്കി തന്നെ ഈ വീട്ടിൽ നിന്നും, അതായത് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക്
വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവർ അർജുനായെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനിടയിലാണ് ഓടിച്ചിട്ട് പിടികൂടി എന്നുള്ളത് പോലീസ് പറയുന്നത്. അങ്ങനെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു എന്നാണ് പോലീസ് നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ നാടകീയമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം ഒരുപാട് നാടകീയമായിട്ടുള്ള നീക്കങ്ങൾക്കൊടുവിലാണ് അർജുനായെങ്കിൽ പിടികൂടിയിരിക്കുന്നത്. പുലർച്ചെ 3:40 തന്നെ അർജുനായെങ്കിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്തിയിരുന്നു. ആ ഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ടു അർജുനായെങ്കിയുടെ മുഖഭാവങ്ങൾ, അതിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ലിമേഷ് ചെറുബൈശിയാണ്. 3:40 മുതൽ തന്നെ ലിമേഷ് ചെറുബൈശി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുണ്ട്. ഓരോ നീക്കങ്ങളും ഒരു മുഖഭാവവും ഇല്ലാതെ, അല്ല ലിമേഷ്, അതായത് ഒരു മുഖഭാവവും ഇല്ലാതെ, യാതൊരുവിധ കൂസലുമില്ലാതെ ഒരു കുറ്റകൃത്യം തൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ലാഞ്ചനയും ഇല്ലാതെയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ, മുഖഭാവങ്ങൾ. ആ തരത്തിൽ ക്യാമറയ്ക്ക് അദ്ദേഹം ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ ഷോ ഇപ്പോഴും തുടരുന്നു. ഇപ്പോഴും തുടരും. കാരണം വെച്ചാൽ പുള്ളി എന്നെ വീഡിയോ എടുത്തോ, കാരണം വെച്ചാൽ ഒരു പ്രശ്നമില്ലാതെ, ഒരു കൂസലില്ലാത്ത രീതിയിലാണ് നമുക്ക് ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും. പുള്ളി അതായത് മെഡിക്കൽ ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ പുള്ളി നമുക്ക് ബൈറ്റ് തരികയാണ്. കാരണം കടലിൽ പോയവരെ കണ്ടു കിട്ടിയോ എന്നാണ് ചോദിക്കുക. എന്തിനാണ് പിടിക്കുന്ന തരത്തിലാണ് പുള്ളിയുടെ ചോദ്യം. ആ പറയുന്ന രീതിയിൽ പുള്ളിയുടെ ഒരു ആത്മവിശ്വാസവും അല്പം ഒരു അഹങ്കാരവും ഒക്കെ പുള്ളിയുടെ പ്രതികരണത്തിലും പുള്ളിയുടെ മുഖഭാവത്തിലും ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ പുള്ളി അതായത് പത്രം വായിക്കുക, അതായത് അതിൻ്റെ ഉള്ളിലിരുന്ന് പത്രം വായിച്ച് ഷോ ഇത് കാണിക്കുക. ഓരോ ഇത് വരുമ്പോൾ ഓരോ പത്രങ്ങളെടുത്ത് വെറുതെ ഇത് പത്രം ഇങ്ങനെ നോക്കുക. ലിമേഷിന്റെ ക്യാമറ ഉൾപ്പെടെ നോക്കി ഒരു പോസ് ചെയ്യുക അതായത് പുള്ളി മുഖഭാവ വ്യത്യാസം സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇത് ഇത്ര വരെ ചെയ്തത്, അത് ഇപ്പോഴും തുടരുകയാണ് പുള്ളി ചെയ്യുന്നോണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപും ഒരുപാട് അർജുനായെങ്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ലിമേഷ് പല വാർത്തകളുടെയും ദൃശ്യങ്ങൾ പുറത്തെത്തിച്ച് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുള്ളിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ടൈം, കാരണം വെച്ചാൽ അഴീക്കോടാണല്ലോ പുള്ളിയുടെ ഇത്, ആ വീടുകൾ, അതുപോലെ തന്നെ മറ്റേ കാർ വേഴ്സ് പരിയാരം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പോലീസുകാർ കൂടെ പോയിട്ടുണ്ട്. ആ സമയത്തും ഈ സമയത്തുമുള്ള ഇവരുടെ മുഖഭാവങ്ങൾ ഇപ്പോൾ അല്ല, കാരണം വെച്ചാൽ ഇപ്പോൾ പുള്ളി കുറച്ചുകൂടി ഒരു ഇതാണ് വിശ്വാസത്തിലാണ് ഉള്ളത്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ആ ഒരു എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു തോന്നലാണ് പുള്ളി ഇപ്പോൾ ആ നിൽക്കുന്ന ഒരു ഭാവം. അതുതന്നെയാണ് ഈ ഏറ്റവും ഒടുവിലായി അർജുനായെങ്കിയുടെ ആ മുഖഭാവത്തിലും പ്രതികരണത്തിലും എല്ലാം തന്നെ വ്യക്തമാവുന്നതും അത് തന്നെയാണ്. എന്തായാലും അർജുനായെങ്കിയെ ഏറ്റവും ഒടുവിലായി പോലീസിൽ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു അഭിമാനം നശിക്കാതെ, അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വകുപ്പിനൊക്കെ നാണക്കേട് ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി. കാരണം അല്പം കൂടി 1-2 ദിവസം വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ നാണക്കേട് ആഭ്യന്തര വകുപ്പിനും മന്ത്രിക്കും പോലീസിനുമൊക്കെ ഉണ്ടാകുമായിരുന്നു. കാരണം അത്രമാത്രം വെല്ലുവിളികൾ, പ്രകോപനങ്ങൾ അർജുനായെങ്കിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഉൾപ്പെടെ ഉണ്ടായി. സമൂഹ മാധ്യമ ഇടപെടലിൽ ഉണ്ടായിരുന്നു. ഇന്ന് കണ്ണൂരിലേക്ക് പോലീസ് എത്തുന്നത് ചില വ്യക്തമായ കണക്കുകൂട്ടലുകളോട് കൂടിയാണ്, ചില വിവരങ്ങളോട് കൂടിയാണ്. പക്ഷേ അപ്പോഴും എവിടെയാണ് അർജുനായെങ്കി എന്നത് അറിയുമായിരുന്നില്ല. പാർട്ടി ഗ്രാമങ്ങളിലേക്കൊക്കെ പോലീസ് തെരച്ചിൽ നടത്താൻ പോകുന്നു എന്ന മട്ടിലുള്ള ചില സൂചനകൾ ഇന്നലെ രാത്രിയോടുകൂടി പ്രചരിച്ചിരുന്നു. പക്ഷേ കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള അഭിഭാഷക ദമ്പതികളുടെ ഒരു ഫ്ളാറ്റിലാണ് അർജുനായെങ്കിയെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ ഈ അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിലേക്ക് അർജുനായെങ്കി വന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് അന്വേഷിക്കും. എന്നിട്ട് എങ്ങനെയാണ് പോലീസ് അവിടേക്ക് എത്തിയത് എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വേണം. ഞാൻ അല്പസമയത്തിനുള്ളിൽ അർജുൻ കല്യാണിലേക്ക് മടങ്ങി വരാം.